വടക്കേ മലബാറിൽ ആദ്യമായി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കണ്ണൂർ ആസ്റ്റർ മിംസ് ആശുപത്രിയിൽ വിജയകരമായി പൂർത്തീകരിച്ചു. ഡയാലിസിസിന് വിധേയനായിക്കൊണ്ടിരുന്ന ഗുരുതരമായ വൃക്കരോഗമുള്ള തലശ്ശേരി സ്വദേശിയായ 51 വയസ്സുകാരനാണ് കണ്ണൂർ ആസ്റ്റർ മിംസിൽ നടന്ന വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലൂടെ പുതിയ ജീവിതം സാധ്യമായത്. ഉത്തര മലബാറിന്റെ ആരോഗ്യ മേഖലയുടെ ചരിത്രത്തിലെ ഒരു പുതുചരിത്രമാണ് ശസ്ത്രക്രിയയിലൂടെ പിറന്നതെന്ന് കണ്ണൂർ ആസ്റ്റർ മിംസ് ആശുപത്രിയിലെ ഡോക്ടർമാർ പറഞ്ഞു. കെയർ, നമ്മുടെ കണ്ണൂരിലുള്ള ജനങ്ങൾക്ക് കിട്ടുന്ന കെയർ കുറച്ചും കൂടെ മേലോട്ട് ഉയർന്നു. ഇപ്പോൾ നമ്മുടെ കണ്ണൂർ ജില്ലയിലുള്ള എല്ലാ രോഗികളും വൃക്ക മാറ്റിവെക്കാൻ പോകുന്നത് ഒന്നില്ലെങ്കിൽ കോഴിക്കോട്, അല്ലെങ്കിൽ എറണാകുളം, അല്ലെങ്കിൽ മംഗലാപുരം, അങ്ങനെ സമീപ ജില്ലകളിലാണ്. അത് മാറ്റി നമുക്ക് ഇവിടെ തന്നെ ഈ ശസ്ത്രക്രിയ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അഭിമാനത്തോടെ പറയാവുന്ന കാര്യമാണ്. അതിന് ഒരു വശം എന്താണെങ്കിൽ, ഇവർ ചെയ്ത് കഴിഞ്ഞാലും ഈ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ സാധാരണ ശസ്ത്രക്രിയക്കാളും കുറച്ചും കൂടി സങ്കീർണമാണ്. കാരണം വേറൊരു രോഗിയുടെ വൃക്കയാണ് ഈ രോഗി സ്വീകരിക്കുന്നത്. അപ്പോൾ അത് റിജക്റ്റ് ചെയ്യാൻ, അതായത് ശരീരത്തിൽ നമുക്ക് വേറൊന്ന് ആ സ്വീകർത്താവ് അത് റിജക്റ്റ് ചെയ്യാൻ ഉള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിനുള്ള മരുന്നുകൾ കൊടുക്കണം. അതുകൂടാതെ ആ മരുന്നുകൾ കൊടുക്കുമ്പോൾ നമ്മുടെ ഇമ്മ്യൂണോ സപ്രഷൻ, അതായത് നമുക്ക് രോഗപ്രതിരോധ ശേഷി കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ ഈ രണ്ട് സംഗതികളും നമുക്ക് ഒത്തൊരുമിച്ച് കൊണ്ടുപോകണം. അപ്പോൾ അതിനുവേണ്ടി ഈ സർജറി കഴിഞ്ഞാലും 1 മാസത്തോളം അവർക്കൊരു വീടെടുത്ത് അടുത്ത ആശുപത്രിയിൽ തന്നെ താമസിക്കേണ്ടി വരും. നമുക്ക് ഇവിടെ ചെയ്യുമ്പോൾ ഇതിനടുത്ത് തന്നെ ആൾക്കാരാകുമ്പോൾ അവരുടെ തന്നെ വീട്ടിൽ നിൽക്കാനുമുള്ള സൗകര്യം കൂടെ നമുക്കിതിൽ ലഭിക്കും. നമ്മൾ എപ്പോഴും ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു കുഴപ്പമില്ലാത്ത ഒരാളുടെ കിഡ്നിയാണ് നമ്മൾ എടുക്കുന്നത്. രോഗിയുടെ കാര്യം, അവർക്ക് രോഗമുണ്ട്, മറ്റേ ആ കിഡ്നി ദാനം ചെയ്യുന്ന ആൾ ഒരു പ്രശ്നമില്ലാത്ത ഒരാളാണ്, അയാൾക്ക് വേറെ അസുഖങ്ങളൊന്നുമില്ല. അന്നേരം അയാൾ ആ കിഡ്നി കൊടുക്കുമ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരു കുഴപ്പവും വരാതെ നോക്കേണ്ടത് നമ്മുടെ കടമയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒത്തിരി ഡോണേഴ്സിനെ റിജക്റ്റ് ചെയ്യുന്നത്. നമ്മൾ അതിന് മുമ്പായിട്ട് എല്ലാ ടെസ്റ്റുകളും ചെയ്യും. അവർക്ക് എന്തെങ്കിലും മുന്നോട്ട് കിഡ്നി കേടാകാൻ സാധ്യതയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഷുഗർ, പ്രഷർ, അല്ലെങ്കിൽ മൂത്രം പരിശോധിക്കുമ്പോൾ അതിനകത്ത് പ്രോട്ടീൻ ഉണ്ടെങ്കിൽ കിഡ്നി ഫെയിലർ ഒന്നുമല്ല, പക്ഷേ മുന്നോട്ട് തകരാറ് വരാനുള്ള ചെറിയ സാധ്യതയെങ്കിലും ഉണ്ട്. നമ്മളത് നോക്കും. പിന്നെ അവരുടെ എല്ലാ ടെസ്റ്റുകളും, പിന്നെ ഓപ്പറേഷൻ ഒരു വലിയ സർജറിയാണല്ലോ, അന്നേരം ആ സമയത്ത് അനസ്തീഷ്യ റിലേറ്റഡ് ആയിട്ട് അവർക്ക് പ്രശ്നങ്ങളൊന്നും വരാൻ പാടില്ല. അതുകൊണ്ട് അവരുടെ ഹാർട്ട്, ലങ്സ്, സകല സാധനങ്ങളും ചെക്ക് ചെയ്തിട്ട് ഒരു 2 കിഡ്നിയും കൂടെ കൂടി നമുക്ക് ഏകദേശം നമുക്ക് 2 കിഡ്നി വേണമെന്നില്ല ജീവിക്കാൻ. ഏകദേശം ഒരു 40% ഉണ്ടെങ്കിൽ മതി നമുക്ക് മുഴുവനായിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയാണല്ലോ കിഡ്നി ഫെയിലിയർ അറിയുന്നത്. ക്രിയാറ്റിനിൻ കൂടണമെങ്കിൽ 50%-ലും അധികം കിഡ്നി പോയി കഴിഞ്ഞാലേ വരുള്ളൂ. അന്നേരം അത്രയും മതി നമുക്ക് നോർമലായിട്ട് ജീവിക്കാൻ. അതുകൊണ്ട് നമ്മൾ അവരുടെ കിഡ്നിയുടെ പ്രവർത്തനം മൊത്തമായിട്ട് നോക്കി എടുത്തു കഴിയുമ്പം ഏകദേശം 50% അവർക്ക് മിച്ചം കാണണം. ഇപ്പം 2 കിഡ്നിയുടെയും പ്രവർത്തനം വ്യത്യാസം ഉണ്ടെന്ന് വിചാരിച്ചു. ഒരെണ്ണത്തിന് 50%, മറ്റേതിന് 40% ആണെങ്കിൽ നമ്മളത് എടുക്കുകയാണെങ്കിൽ ആ 40% ഉള്ളതേ എടുത്ത് മറ്റേ ആൾക്ക് കൊടുക്കുകയുള്ളൂ, ഡോണറിന്. അതിലും പ്രവർത്തനം കുറവാണെങ്കിൽ നമ്മൾ എടുക്കുകയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണം കിട്ടിയല്ലോ. അതുകൊണ്ട് മിച്ചം ഒരു 50% എങ്കിലും മിച്ചം വെച്ചിട്ട് നമ്മൾ എടുക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒത്തിരി ഡോണറിനെ നമ്മൾ റിജക്റ്റ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ എന്തെങ്കിലും ഒരു കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഒരു കിഡ്നി ആയി കഴിയുമ്പോൾ അവർക്ക് പ്രശ്നങ്ങളുടെ ചാൻസ് കൂടുതലാണ്, എല്ലാ രോഗങ്ങളുടെ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുക്കുകയില്ലാത്തത്. അതുകൊണ്ടാണ് ഈ ഡോണർ കിഡ്നി കിട്ടാനുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ടും അത് തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ടാണ് കടാവറിൻ്റെ എടുക്കുന്നത്. കടാവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ എപ്പോഴും നമ്മൾ മരിക്കുക എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും പറയുന്നത് ഹൃദയം നിന്ന് പോയി കഴിഞ്ഞിട്ടാണ്. അതിനാണ് നമ്മളെപ്പോഴും ഉദ്ദേശിക്കുന്നത്. പക്ഷേ തലച്ചോറിൻ്റെ പ്രവർത്തനം പൂർണ്ണമായിട്ടും പോയി കഴിഞ്ഞാൽ, അത് തിരിച്ചു കിട്ടുകയില്ലാത്ത അവസ്ഥയിലോട്ട് പോയി കഴിഞ്ഞാൽ അവരും പിന്നെ ഒരിക്കലും ജീവിക്കുകയില്ല. അവരതുപോലെ ഇങ്ങനെ ആൾക്കാരെയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ല, ബോധമില്ലാതെ പോലെ കിടക്കുകയൊക്കെ ചെയ്യുന്ന ചിലർ, അത് ബ്രെയിൻ പിന്നെ തിരിച്ചു വരികയില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിക്കഴിയുമ്പം അവരുടെ കിഡ്നിയും പിന്നെ ഏതൊക്കെ അവയവങ്ങളാണ്, കിഡ്നി, ഹാർട്ട്, ലിവർ, ലങ്സ്, കണ്ണിൻ്റെ കോർണിയ, അങ്ങനെ എല്ലാ അവയവങ്ങളും നമുക്കതെടുത്ത് വേറെ ഒരാൾക്ക് കൊടുക്കാൻ പറ്റും. എത്ര പേർക്ക് അതുകൊണ്ട് പ്രയോജനം കിട്ടും. അന്നേരം അതാണ് ഈ ബ്രെയിൻ ഡെത്ത് എന്ന് പറയുന്നത്. ബ്രെയിൻ പോയി കഴിയുമ്പം അത് ഫുൾ ടെസ്റ്റ് ചെയ്തിട്ട് അതും എടുക്കുകയുള്ളൂ. നമുക്ക് ആ ഹോസ്പിറ്റലിലല്ലാത്ത ഡോക്ടേഴ്സാണ് വന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത്. പിന്നെ ഞങ്ങളാരും അതിനകത്ത് ഇൻവോൾവ് അല്ല. എന്ന് പറഞ്ഞാൽ
നെഫ്രോളജിക്കാരോ യൂറോളജിക്കാരോ അങ്ങനെ ഈ ട്രാൻസ്പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ട ആരും അതിൽ ഇടപെടുകയില്ല. പുറത്തുനിന്ന് വേറെ ഹോസ്പിറ്റലിൽ നിന്ന് ആൾക്കാരെ കൊണ്ട്, പിന്നെ ഗവൺമെൻറ്റിൻ്റെ ആൾക്കാരുണ്ട്, അവരെല്ലാം കൂടെ വന്നിട്ട് നോക്കിയിട്ടാണ് ഇവർക്ക് ബ്രെയിൻ ഡെത്ത് ആയി എന്ന് തീരുമാനിക്കുന്നത്, അതിന് സർട്ടിഫൈ ചെയ്യുന്നത്. നേരത്തെ അതിനെന്തോ പരാതികളൊക്കെ ഉണ്ടായിട്ട് ഇപ്പോൾ അതെല്ലാം ഫുൾ വീഡിയോ റെക്കോർഡഡ് ആണ്, അങ്ങനെയൊക്കെ അത് ചെയ്യുന്നത്. അങ്ങനെ എടുത്തിട്ട് അവരുടെ കിഡ്നി എടുത്തിട്ട് വേറെ 2 പേർക്ക് കൊടുക്കാൻ പറ്റും അന്നേരം. ഇപ്പം ജീവിക്കുന്ന ഒരാളെയാണ് നമുക്ക് ഒന്നല്ലേ എടുക്കാൻ പറ്റുള്ളൂ, ഇത് 2 എണ്ണം കിട്ടും, പിന്നെ ഹാർട്ട് കിട്ടും, ഇതെല്ലാം കിട്ടും. അതാണ് ഈ കടാവർ കിഡ്നി ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് അത് തീരെ ഇല്ല, പ്രത്യേകിച്ചും നമ്മൾ കേരളത്തിൽ. അതിനകത്ത് അത് ആളുകളുടെ തെറ്റിദ്ധാരണ കൊണ്ടാണ്. ഒരു രോഗി എൻഡ് സ്റ്റേജ് റീനൽ ഡിസീസ്, അതായത് തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ കിഡ്നി നശിച്ചു കാണുമ്പോഴാണ് ഡയാലിസിലേക്ക് പോകുന്നത്. അതല്ലാതെ പെട്ടെന്ന് ഒരു അക്യൂട്ട് ഘട്ടത്തിൽ ഒരു വിഷബാധയോ അല്ലെങ്കിൽ പാമ്പ് കടിയേറ്റിലൊക്കെ കിഡ്നി ഫെയിലർ ആവുന്നൊക്കെ നിങ്ങൾ കേൾക്കാറുണ്ട്. അത് റിക്കവറിക്ക് ചാൻസ് ഉള്ള കേസുകളാണ്. അങ്ങനെയുള്ള കേസിൽ നമ്മൾ പെട്ടെന്ന് ട്രാൻസ്പ്ലാന്റേഷൻ അല്ല ചെയ്യുക, ഡയാലിസ് സപ്പോർട്ട് ചെയ്ത് അത് റിക്കവറി ആവുമോ എന്ന് നോക്കുകയാണ് ചെയ്യുക. കിഡ്നി ഫെയിലാവുന്നത് ക്രോണിക് കിഡ്നി ഡിസീസ് എന്നുള്ള രീതിയിൽ അതിൻ്റെ പ്രവർത്തനം വളരെ താഴ്ന്ന നിലയിലാകുമ്പോഴാണ് ട്രാൻസ്പ്ലാന്റിനെ പറ്റി നാളെ ആലോചിക്കുന്നത്. അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആദ്യപടി അതിന് കൃത്യമായ ഒരു ദാതാവിനെ കാണലാണ്. ഇന്ന് കിഡ്നി ദാതാക്കൾ 2 തരത്തിലാണ്. ഒന്ന്, സ്വന്തം താല്പര്യപ്രകാരം ഒരു രോഗിക്ക് വേണ്ടി കിഡ്നി ദാനം ചെയ്യാൻ സാധ്യമായ അല്ലെങ്കിൽ താല്പര്യമുള്ള ഒരാൾ, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ കിഡ്നി ദാനം ചെയ്യുന്നതിന് അനുകൂലമാണെങ്കിൽ, അതായത് മറ്റ് കിഡ്നിയൊക്കെ വളരെ നല്ലതും മറ്റ് അസുഖങ്ങളെല്ലാം കുറവുള്ളതുമായ ആൾക്കാരാണെങ്കിൽ, ഇവ തമ്മിൽ മാച്ചും ഉണ്ടെങ്കിൽ അവരെ ഒരു ദാതാവായിട്ട് സ്വീകരിക്കും. പക്ഷെ അതിൻ്റെ എണ്ണം നമുക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും വളരെ കുറവാണ്. അത്ര ആൾക്കാരുണ്ടാവില്ല, ചിലപ്പോൾ മാച്ച് ഉണ്ടാവില്ല. മാനസികമായി താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ വൈദ്യശാസ്ത്രപരമായി പറ്റില്ല, പറ്റുന്നവർ കൊടുക്കാൻ തയ്യാറാവണമെന്നില്ല. ഇതൊക്കെ നമ്മുടെ ചാലഞ്ചാണ്. ലോകം മുഴുവൻ ഈ കിഡ്നിയുടെ അവൈലബിലിറ്റി, വൃക്കയുടെ പര്യാപ്തത വേണ്ടുന്നത്ര ഇല്ല. അപ്പോഴാണ് അടുത്ത ഘട്ടമായ കടാവർ ട്രാൻസ്പ്ലാന്റേഷൻ, അതായത് ബ്രെയിൻ ഡെത്ത്, മരണശേഷം അവയവം ദാനം ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തുനിന്ന് അപകടത്തിലൊക്കെ പെട്ട ചെറുപ്പക്കാരൊക്കെ ഉണ്ടാവും. അവർ താല്പര്യമുള്ളവരുടെ വാങ്ങുന്ന കടാവറിക് പ്രോഗ്രാമിലേക്ക് പോകേണ്ടതുണ്ട്. അതിൻ്റെയും പ്രചാരം നമ്മുടെ നാട്ടിൽ കുറവാണ്. അതിനുമൊക്കെ ഡോക്ടർ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് പറയുകയാണെങ്കിൽ മാധ്യമങ്ങളുടെയൊക്കെ സഹായം ആവശ്യമാണ്. ആ പ്രോഗ്രാം വഴിയാണ് ചില രാജ്യങ്ങൾ, അമേരിക്കയിലൊക്കെ കൂടുതൽ നടക്കുന്നത് കടാവറിക് പ്രോഗ്രാം വഴിയാണ്. ഡോക്ടർ ബിജോയ് ആന്റണി, ഡോക്ടർ VR പ്രദീപ്, ഡോക്ടർ സാരംഗ് വിജയൻ, ഡോക്ടർ സത്യേന്ദ്രൻ നമ്പ്യാർ, ഡോക്ടർ അക്ബർ സലീം എന്നിവരും നഴ്സിംഗ് വിഭാഗത്തിലെ സോണിയ, രമ്യ തുടങ്ങിയവരും വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകി. മസ്തിഷ്ക മരണം സംഭവിച്ച വ്യക്തികളുടെ അവയവവും അടുത്ത ബന്ധുക്കളുടെ അവയവവുമാണ് പ്രധാനമായും വൃക്ക മാറ്റിവെക്കലിന് നിലവിൽ സ്വീകരിക്കപ്പെടുന്നത്. അനുയോജ്യമായ വൃക്കകൾ പരസ്പരം കൈമാറാനുള്ള സ്വാപ്പ് ട്രാൻസ്പ്ലാന്റ് സംവിധാനം വ്യാപകമാക്കുമെന്ന് ആസ്റ്റർ മിംസ് കണ്ണൂർ COO ഡോക്ടർ അനൂപ് നമ്പ്യാർ അറിയിച്ചു. ഡോക്ടർ സുപ്രിയ രഞ്ജിത്ത്, ഡോക്ടർ ബിജോയ് ആന്റണി, ഡോക്ടർ VR പ്രദീപ്, ഡോക്ടർ സാരംഗ് വിജയൻ, ഡോക്ടർ സത്യേന്ദ്രൻ നമ്പ്യാർ, ഡോക്ടർ അക്ബർ സലീം എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. Aster MIMS Hospital, we'll treat you well. Chala East, Kannur.